നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്തിനാ ഇവിടെ വന്നത്? ഇത്രയൊക്കെ ചെറ്റത്തരങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും ഇങ്ങോട്ട് വരാൻ നാണമില്ലേ നിനക്ക്? ദുരുദ്ദേശമൊന്നുമില്ല. താലി കെട്ടിയ പുരുഷന് അവൻ താലി കെട്ടിയ പെണ്ണിനോട് ചില കടമകളും ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട്. അത് പാലിക്കാനാണ് ഞാൻ വന്നത്. കൊള്ളാം. നിനക്കൊക്കെ അവൻ മാന്യനായി, പരോപകാരിയായി, എല്ലാ നല്ല ഗുണങ്ങളും ചാലിച്ചുണ്ടാക്കിയ ആൾ രൂപമായി. ഇപ്പൊ എന്തായിടി? അതിപ്പോ വന്ദനയുടെ അറിവോടുകൂടി അല്ലല്ലോ കെട്ട് സംഭവിച്ചത്. സമ്മതിച്ചിരിക്കുന്നു. ഒരു പെണ്ണ് ബോധം കെട്ട് കിടക്കുമ്പോ താലി കെട്ടിയ ജഗനെ നിങ്ങൾ തോളി ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. തികഞ്ഞ ആഭാസനാണവൻ. ജഗനെ ദൈവപുത്രനായി കൊണ്ടു നടക്കുന്നവർ തന്നെ പരിഹരിക്കട്ടെ. തിളച്ചു തോവിയതൊന്നും അമ്മ അറിഞ്ഞല്ലേ? എന്താ അമ്മ ഇത്? മോളെ ഞാനത് അല്ല. കൊള്ളാം, ഞാനിപ്പൊ കണ്ടില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. പാല് തിളച്ചു തൂവി ഗ്യാസ് ലീക്കായി അപകടം സംഭവിക്കില്ലേ? ഗ്യാസിന്റെ എന്തൊരു മണമായിരുന്നു. ആകെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് നിൽക്കുക മോളെ. അതിനിടയില് പാല് തിളച്ചു തൂകിപ്പോയാൽ എന്ത്, അല്ലെങ്കിൽ എന്ത്? ഗ്യാസ് ലീക്കായി മരിക്കട്ടെ. അമ്മേ, എന്തൊക്കെയാ മോളെ ഇവിടെ നടക്കുന്നത്? കാര്യങ്ങളൊക്കെ സഹിക്കുന്നതിലും അപ്പുറമായിട്ടുണ്ട്. അമ്മേ, ഒന്നും നമ്മള് ബോധപൂർവം വരുത്തി വെക്കുന്നതല്ലല്ലോ. അമ്മ മാറി, പാചകമൊക്കെ ഞാൻ ചെയ്തോളാം. അമ്മ ഇപ്പൊ ചെയ്താലും ഒന്നും ശരിയാവില്ല. അമ്മയുടെ മനസ്സാകെ കൈവിട്ട് നിക്ക. എങ്ങനെ മനസ്സ് കൈവിടാതിരിക്കും മോളെ? ഒരമ്മയ്ക്കും സഹിക്കാനാവാത്ത കാര്യങ്ങളാ നടന്നത്. എന്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു വിധിയുണ്ടോ? മോൾക്കറിയോ, ഇതുവരെ മാധവേട്ടനെന്ന് ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ലായിരുന്നു. ഞാനിത് നേരത്തെ അറിഞ്ഞിട്ട് മാധവേട്ടനെന്ന് മറച്ചു വെച്ചു എന്ന് മാധവേട്ടൻ കരുതുന്നത്. സത്യത്തിൽ ജഗനാണ് വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് എനിക്കറിയില്ലായിരുന്നു മോളെ. പോട്ടെ, ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. പയ്യെ കൊണ്ട് അച്ഛൻ എല്ലാ സത്യവും മനസ്സിലാവും. ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കഴിഞ്ഞിരുന്ന ജഗൻ ഇത് ചെയ്യൂന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ വീട്ടിലെ ഓരോ ആവശ്യങ്ങൾക്കായും മനോജിനേക്കാളും പ്രകാശിനേക്കാളും ഉപകാരിയായി അവൻ കൂടെ നിന്നത് ഇതിനൊക്കെ വേണ്ടിയായിരുന്നോ? ദിയമോളെ സ്കൂളിൽ നിന്ന് കാണാതായപ്പോ ഒരു രാത്രി മുഴുവൻ വന്ദനയ്ക്കൊപ്പം എല്ലായിടത്തും അന്വേഷിക്കാൻ പോയപ്പോ ഞാൻ കരുതി അവളെ സ്നേഹിക്കുന്ന ഒരു സഹോദരന്റെ സ്ഥാനത്താ ജഗനെന്ന്. അവന്റെ ഉള്ളിലിരിപ്പ് ഇങ്ങനെയൊന്നായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഹരിതയുടെ സഹോദരനാണെങ്കിലും ഈ വീടിന്റെ 7 അയലത്ത് ഞാൻ അടുപ്പിക്കില്ലായിരുന്നു. അവൻ എന്റെ മോളോട് ചെയ്തത് കൊടുംചതിയല്ല മോളെ. വന്ദനയുടെ കഴുത്തിൽ ആരും അറിയാതെ താലി കെട്ടുക, എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ നടക്കുക. കള്ളന്റെ മനസ്സല്ലേ അവന്? നമ്മൾ ഈ യാഗത്തിന് സുജാതിയുമായി പോയ ദിവസേ നിത്യയാണെന്ന് കരുതി ജീവൻ കടന്നു പിടിച്ചത് വന്ദനയായിരുന്നു. അന്ന് ജഗനും ജീവനും തമ്മിൽ നല്ല വഴക്കായി, അടിയായി. അന്ന മോളെ വന്ദനയുടെ കഴുത്തിൽ താലിയുണ്ടെന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. വന്ദന അന്ന് തന്നെ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു. മോളെ, ഈ ജഗന്
അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനെ കണ്ടുപിടിക്കാനായി ഞാൻ ഏൽപ്പിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കിയേ. എന്നിട്ടും ഒരു വാക്ക് അവൻ എന്നോട് പറഞ്ഞില്ല മോളെ. എന്റെ വന്ദനയുടെ ജീവിതം കൊണ്ട് അവൻ കളിച്ചത് മോളെ. അവനിനി ഏത് അമ്പലങ്ങളിൽ കയറി ഇറങ്ങിയാലും അവന് ഗതി പിടിക്കില്ല. അവൻ ഗതി പിടിക്കില്ല മോളെ. അത്രയ്ക്ക് ദുഷ്ടനവൻ. അവളെ 10 മാസം വയറ്റി ചുമന്ന ഒരമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള വേദന കൊണ്ട് പറയാ മോളെ, അവന് ഒരു കാലത്തും മനസ്സമാധാനം കിട്ടില്ല. എനിക്ക് ഉറപ്പാ. അതാരാണെന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാം. അമ്മ ഗ്യാസ് ഒന്നും ഓൺ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, എവിടെയെങ്കിലും പോയി ഇരുന്നാ മതി. നീ എന്തിനിവിടെ വന്നത്? ഇത്രയൊക്കെ ചെറ്റത്തരങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും ഇങ്ങോട്ട് വരാൻ നാണമില്ലേ നിനക്ക്? ദുരുദ്ദേശമൊന്നുമില്ല. താലി കെട്ടിയ പുരുഷന് അവൻ താലി കെട്ടിയ പെണ്ണിനോട് ചില കടമകളും ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട്. അത് പാലിക്കാനാണ് ഞാൻ വന്നത്. കൊള്ളാം. കടമകളും ഉത്തരവാദിത്തങ്ങളും പാലിക്കാൻ വന്ന മാതൃകാ ഭർത്താവ്. കഴുത്തിൽ താലി കെട്ടിയ പെണ്ണിനെ ഇനി നീ കണ്ടിട്ട് വേണ്ടേ? ഒരു പെണ്ണ് നിന്നെ വിശ്വസിക്കില്ല, ഇഷ്ടപ്പെടുകയില്ല. അത്രയ്ക്ക് ചതിയാ നീ ചെയ്തത്. ഇറങ്ങിപ്പോകാൻ ഞാനായിട്ട് പറയുന്നില്ല. ചന്ദ്രികമ്മേ, ഞാൻ വായടക്കട. ചന്ദ്രികാമ്മ, അമ്മ എന്ന് ചേർത്ത് വിളിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.